എഡിറ്റോറിയൽ 2020 ഡിസംബർ 4 വെള്ളി. കാറ് നീങ്ങട്ടെ, ആശ്വാസക്കാറ്റായി മാറട്ടെ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ശ്രീലങ്കയിലെ ജാഫ്ന മേഖലയിൽ കനത്ത നാശനഷ്ടം വിതച്ച് വീശിയടിച്ച ബുറേവി ചുഴലിക്കാറ്റിനെ അതിജീവിക്കാനുള്ള ജാഗ്രതയിലാണ് കേരളം. കാറ്റ് പശ്ചിമഘട്ടം മറികടക്കുമ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായോ തീവ്ര ന്യൂനമർദ്ദമായോ മാറിയേക്കുമെന്ന കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന പുതിയ വിവരം ആശ്വാസം നൽകുന്നതാണ്. നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിഭിന്നമായി ബുറേവിയുടെ സഞ്ചാരപാത കുറച്ചുകൂടി വടക്കോട്ട് മാറി പൊന്മുടി മേഖലയിലൂടെ കേരളത്തിലേക്ക് പ്രവേശിച്ച് വർക്കല തീരത്തുകൂടി അറബിക്കടലിൽ ചേരാനാണ് സാധ്യതയെന്ന വിവരം കൂടുതൽ ജാഗ്രതയും മുന്നൊരുക്കവും അനിവാര്യമാക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി ചിതറി കാറ്റിൻ്റെ പ്രഭാവത്തിലും ഗതിയിലും മാറ്റം വരാമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അപകടാവസ്ഥ പൂർണ്ണമായി മാറുന്നതുവരെ ഭരണകൂടവും ജനങ്ങളും സർവ്വസജ്ജരായി ഉണർന്നിരിക്കേണ്ടതുണ്ട്. ഓക്കിയേൽപ്പിച്ച മുറിവിൻ്റെ നീറ്റിൽ നമ്മെ ഇപ്പോഴും നടുക്കുന്നുണ്ട്. ദുരന്തങ്ങളുടെ കാഠിന്യം ലഘൂകരിക്കാനുള്ള മുൻകരുതലുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 48 വില്ലേജുകൾ അതിജാഗ്രതയിലാണ്. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ആളുകളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കാറ്റിനൊപ്പം മിന്നലും തീവ്രമഴയും ഉണ്ടാകുമെന്ന അനുമാനത്തിൽ കെടുതികൾ ലഘൂകരിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പും സജ്ജമാക്കിയിട്ടുണ്ട്. കര, വ്യോമ, നാവികസേനാ ഉദ്യോഗസ്ഥന്മാരടക്കം സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുകയും ഏത് തരത്തിലുള്ള അടിയന്തരാവസ്ഥയെ നേരിടാനുള്ള മാർഗങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു. ദേശീയ ദുരിതാശ്വാസ സേനയും രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. 2 പ്രളയങ്ങൾ നൽകിയ അനുഭവങ്ങൾ മുൻകരുതലുകൾ ഒരുക്കുന്നതിന് നമുക്ക് സഹായകരമാകുന്നുണ്ട്. എമർജൻസി കിറ്റുകളും വീടുകളിൽ ഒരുക്കേണ്ട അടിയന്തര സംവിധാനങ്ങളും എങ്ങനെ ക്രമീകരിക്കാമെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും സാമാന്യ ധാരണകളുണ്ട് എന്നതും ആശ്വാസം നൽകുന്ന കാര്യം തന്നെ. ഇത്തരം ദുരന്തങ്ങളുടെ അലസഭാവം പുലർത്താതിരിക്കുകയാണ് ഇനി വേണ്ടത്. ആപത്തുകളൊന്നും വരരുതേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. അപകടങ്ങൾ സംഭവിച്ചാൽ ജീവാപായങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ കടന്നുപോയ ശേഷം പ്രവചിക്കപ്പെട്ട ദുരന്തമുണ്ടായില്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളെ അപഹസിക്കുന്ന സമീപനം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങേയറ്റം സംസ്കാരശൂന്യവും ജാഗ്രതാ പ്രവർത്തനങ്ങളെ വിലയിടിക്കുകയും ചെയ്യുന്ന അത്തരക്കാർ ഭാവിയിൽ അപകടത്തെ വില കൊടുത്തു വാങ്ങുന്ന ദുഷ്പ്രചാരകരാവുകയാണ്. പ്രതീക്ഷിച്ച ദുരന്തങ്ങൾ ഉണ്ടാകാതിരുന്നതിൽ സമാശ്വാസം കൊള്ളുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം അനിവാര്യമായ നാടുകളിലൊന്നായി കേരളവും മാറി എന്നതാണ് അടിക്കടി സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സഞ്ചാരവും ദീർഘയാത്രകളും നീട്ടിവെക്കാനുള്ള മുന്നറിയിപ്പുകൾ മുതൽ സർക്കാർ പുറത്തിറക്കിയ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി അനുസരിക്കപ്പെടേണ്ടതുണ്ട്. തീവ്രമഴ കാരണം ഡാമുകളുടെയും നദികളുടെയും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ അത്തരം പ്രദേശങ്ങളും കൂടുതൽ കരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായി ബാധിച്ച ഭൂപ്രദേശങ്ങളിലൊന്നായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നുവെന്ന സത്യത്തെ ഇനിയും മൂടി വെച്ചിട്ട് കാര്യമില്ല. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാ ഋതുക്കളിലും പ്രകടമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം രൂപപ്പെടുന്ന എൽനിനോ പ്രതിഭാസം ആഘാതമുണ്ടാക്കുന്ന പ്രദേശമാണ് കേരളം. ബുറേവി ബംഗാൾ ഉൾക്കടലിൽ ഈ ആഴ്ചയുണ്ടായ 2ാമത്തെ ചുഴലിക്കൊടുങ്കാറ്റാണ്. കഴിഞ്ഞ 2 പ്രളയത്തിന് കാരണമായ ന്യൂനമർദ്ദങ്ങളുടെ കാരണവും ചെന്നെത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ തന്നെ. ശക്തമായി മഴ പെയ്താൽ സംസ്ഥാനത്തിൻ്റെ 75% പ്രദേശവും വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയുള്ളതാണെങ്കിൽ മലയോര മേഖല ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സംഭവിക്കാൻ ഇടവരുന്ന മേഖലകളുമാണ്. ഇത്രയും ലോലമായ ഭൂപ്രദേശത്ത് ജീവിക്കുന്നവർ കാലാവസ്ഥാ വ്യതിയാനത്തെ അന്തർദേശീയ പ്രശ്നമായല്ല, നമ്മുടെ ജീവൽ പ്രശ്നമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഗോളതാപനത്തിനെതിരായ ജനകീയ പ്രതിരോധങ്ങളുടെ മണ്ണായി കേരളം മാറാതെ പ്രകൃതിക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവുകയില്ല. സാക്ഷരതാ യജ്ഞത്തെ അനുസ്മരിപ്പിക്കും വിധം ലോകത്തെ തന്നെ പ്രചോദിപ്പിക്കുന്ന പാരിസ്ഥിതിക ക്യാമ്പയിൻ സർക്കാരും സന്നദ്ധ സംഘങ്ങളും സാമൂഹിക സാമുദായിക കൂട്ടായ്മകളുമൊക്കെ ചേർന്ന് നിർവഹിക്കേണ്ടിയിരിക്കുന്നു. പശ്ചിമഘട്ടം നമ്മുടെ നിലനിൽപ്പിന് എത്രമാത്രം അനിവാര്യമാണെന്ന് ബുറേവിയും നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെന്ന ബോധം തുടർച്ചയായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശേഷവും ഉണ്ടാകുന്നില്ല എന്നതാണ് ശരിക്കും നാം നേരിടുന്ന ദുരന്തം.